അച്ഛനൊരിക്കലും പണം അച്ഛനെ മോഹിപ്പിച്ചിട്ടില്ല. പ്രശസ്തി അച്ഛനെ മോഹിപ്പിച്ചിട്ടില്ല. മിതത്വം എന്നുള്ളത് നമുക്ക് എന്ത് മതി എന്ന് ചിന്തിക്കാം, ഇതുവരെ മതി. പക്ഷേ ഈ ലൈഫിൽ കൂടെ കൊണ്ടുപോകുന്ന അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്തായിരിക്കും? മിതത്വം എന്നുള്ളത് നമുക്ക് എന്ത് മതി എന്ന് ചിന്തിക്കാം, ഇതുവരെ മതി. നല്ല പോയിന്റ്. അച്ഛൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ഛനൊരിക്കലും പണം അച്ഛനെ മോഹിപ്പിച്ചിട്ടില്ല. പ്രശസ്തി അച്ഛനെ മോഹിപ്പിച്ചിട്ടില്ല. പുള്ളി സിനിമ എടുക്കുന്ന പുള്ളിയുടെ ഹാപ്പിനെസ്സിനാണ്. അപ്പോൾ റൂട്ടഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ള സാധനമാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കല്ലെങ്കിൽ ഈ സിനിമ എന്നില്ലാത്ത സിനിമ ഭയങ്കര ഇതൊരു ശരിക്കും പറഞ്ഞൊരു വെൽ ഏൺ വെക്കേഷനാണ്. ആൾക്കാർ US പറയില്ലേ, ഒരു വർഷം പണിയെടുത്തിട്ട് ഒരു മാസം നമുക്ക് ഒരു 2 ആഴ്ചയുള്ളൂ സന്തോഷം. ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മാത്രമേ ഉള്ളൂ. അടുത്ത പടം പുറകെ വരും. ഇപ്പോൾ തുടരും കഴിഞ്ഞ് ലോക വന്നു, അത് കഴിഞ്ഞ് വേറെ പടം വന്നു, എക്കോ വന്നു, ഇപ്പൊ സർവമായി കഴിഞ്ഞാൽ അടുത്ത പടം പുറകെ ഉണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ടെമ്പററി വെക്കേഷൻ മാത്രമാണ്. പക്ഷെ അത് വെൽ ഏൺ വെക്കേഷനാണ്. ഒരിക്കലും അത് ഈസി ആയിട്ട് ഉണ്ടായിട്ടുള്ളതല്ല. അപ്പൊ ആ വെക്കേഷൻ വെച്ചാൽ തിരിച്ച് പിന്നെ വീണ്ടും പണിയെടുക്കണം. അപ്പൊ ഞാനെപ്പോഴും ആലോചിക്കുന്നത് ജോലി ഒന്നും ഇല്ലാതിരിക്കാനുള്ള അവസ്ഥ ഞാനിപ്പോഴും ആലോചിക്കും. ഇപ്പൊ നമ്മൾ പല ഡയറക്ടേഴ്സ്, നമ്മൾ ഭയങ്കര ഫാനുള്ള ഡയറക്ടേഴ്സ് പോലും ഇപ്പോൾ വെറുതെ ഇരിക്കാൻ വീട്ടിൽ, അവർക്ക് സിനിമ എടുക്കാൻ പറ്റുന്നില്ല. വെറുതെ മീൻസ് അവർക്ക് അറ്റ്മോസ്ഫിയർ മാറി, അവർക്ക് പടം ഓണാക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ എന്നെ ആലോചിക്കാറുണ്ട്. അപ്പോൾ മേ ബി ആഫ്റ്റർ 5 years ഞാൻ എവിടെയായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആകെ. അപ്പം നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, നമ്മളെ വാലിഡാക്കുന്ന സ്പേസിലേക്ക് നമ്മളെ എത്തിക്കാന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പോഴും ഞാൻ ആക്കുന്ന നല്ല കഥകൾ ചിന്തിക്കാം. അത് ബേസിക് ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റും. അതിന് ലക്ഷറി കട്ട് ചെയ്താൽ ബേസിക് ലക്ഷറി വേണം. പക്ഷെ ടൂ മച്ച് പണത്തിൻ്റെ പുറകെ പോവാതെ നമുക്ക് പണിയെടുക്കാൻ തോന്നിയാൽ രക്ഷപ്പെടും.